വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, മധ്യേഷ്യയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ ചർച്ച ചെയ്തതുപോലെ അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നാലും ഒരു യുദ്ധമുണ്ടാകും എന്നാണ്. ഇനി അതിൽ നീക്കുപോക്കൊന്നുമില്ല. ഇനി കരാറുകൾ കൊണ്ടൊന്നും ആ യുദ്ധത്തെ തടുത്തു നിർത്താൻ സാധിക്കില്ല. യുദ്ധം അനിവാര്യമാണ്. ഇനി അതിന്റെ സമയം മാത്രം നിശ്ചയിച്ചാൽ മതി എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇസ്രായേലുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. പക്ഷേ എന്റെ ചോദ്യം, അല്ലെങ്കിൽ എന്റെ ഒരു സംശയം, ഇപ്പോൾ അമേരിക്ക ഇറാനിൽ അടി തുടങ്ങിയോ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ഇറാനിൽ കഴിഞ്ഞ ദിവസം 2 സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഫോടനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം 5 പേരാണ് ഈ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടത്. 14 പേർക്ക് ഇതിൽ പരിക്കേറ്റു. തെക്ക് പടിഞ്ഞാറൻ നഗരമായിട്ടുള്ള അഹ്വാസിൽ ആണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു റെസിഡൻഷ്യൽ കെട്ടിടം സമ്പൂർണ്ണമായിട്ട് തകർന്ന് 4 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്ഫോടനം നടന്ന പ്രദേശമാണ് തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത്. തുറമുഖ നഗരമായിട്ടുള്ള അബ്ബാസിലാണ് ഇത് നടന്നത്. ഈ തുറമുഖ നഗരത്തിൽ കഴിഞ്ഞ തവണ അമേരിക്ക അടിച്ചിട്ടുണ്ട് എന്നാണ്, ഇസ്രായേൽ അടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ അബ്ബാസിൽ ഈ ഒരാൾ കൊല്ലപ്പെടുകയും 14 പേര് മരിക്കുകയും ചെയ്തു. ആദ്യത്തെ സ്ഫോടനത്തിൽ 4 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ മൊത്തം 5 പേര് കൊല്ലപ്പെട്ടു. പക്ഷേ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇതിൽ ഏത് തരത്തിലാണ് ഇത് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു 70% നമ്മുടെ ഓയിൽ ട്രേഡ് നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പ്രകാരം ഈ ഇസ്രായേൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് നീങ്ങി തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഹോർമൂസ് കടലിലേക്ക് നീങ്ങിത്തുടങ്ങിയ ഇസ്രായേൽ അവരുടെ മൈനുകൾ ഹോർമൂസ് കടലിടുക്കിലുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം ഹോർമൂസ് കടലിടുക്കാണ്, അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വലിയൊരു സംഘർഷ സാധ്യത ഒരു 90% തൊട്ടില്ല എന്ന രീതിയിൽ ഇവർ നിൽക്കുകയാണ്. ഇതിനിടയിൽ വേറൊരു വലിയ വാർത്ത വരുന്നത്, ബലൂചിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. എവിടെ? നമ്മുടെ പാകിസ്ഥാനിലെ ബലൂച്ച് മേഖലയിൽ ഒരു വലിയ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ ഏകദേശം ഒരു 100ഓളം സൈനികർ അടുപ്പിച്ച് ചത്തു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ ബലൂചിസ്ഥാനിൽ അവിടെ അവർ ആ ഓപ്പറേഷന് ഒരു പേരിട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഓപ്പറേഷന്റെ പേര് ഓർക്കുന്നില്ല. അങ്ങനെ അവർ നിരന്തരം യുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പട്ടാളക്കാർക്ക് തടുക്കാൻ പറ്റുന്നില്ല, അവർ ഓടിക്കളയുകയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇറാനും ബലൂചിസ്ഥാനും ചേരുന്ന അതിർത്തിയിലാണ് ഈ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ എന്തൊക്കെയോ മുൻകൂട്ടി ഉറപ്പിച്ച രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമേരിക്കയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇറാന് വളമിടുന്നത് പോലെ ഇറാൻ ചെയ്യട്ടെ എന്ന രീതിയിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ മുന്നോട്ട് കാര്യങ്ങളെ ഇങ്ങനെ അടുപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഇപ്പോൾ ഇറാന്റെ മനസ്സിലുള്ളത്? ഇതിന് ബലൂചിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബലൂചിസ്ഥാനിൽ എന്തിനാണ് ബലൂച്ച് പോരാളികൾ ഇപ്പോൾ പാകിസ്ഥാനെ അവിടെ കിടന്ന് അടിച്ചോടിക്കുന്നത്? ഇറാനും അമേരിക്കയും തമ്മിലുള്ള, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് യുദ്ധം എപ്പോൾ സംഭവിക്കും? ഇന്നലെ വരെ നമ്മൾ യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇറാനിൽ സ്ഫോടനം നടക്കുന്നു, അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ആ യുദ്ധം എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? അല്ല, ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ അനാലിസിസ് കണ്ടവർക്കറിയാം. നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അമേരിക്ക ഒന്നുകിൽ അവിടെ ഒരു പരിമിതമായ അളവിലൊരു അറ്റാക്ക് നടത്തിപ്പോവും, അതോടുകൂടി ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ആ ഒരു സംഘർഷം ഒഴിഞ്ഞു പോകും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അവരുടെ മുമ്പിലുള്ളത്, ഈ ഖമേനിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഖമേനി ഒളിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ, അത് അവര് പറയുന്നത്, അമേരിക്ക പറയുന്നതാണ്, അങ്ങനെയുള്ള ഇടങ്ങളിൽ കൊണ്ടുവന്ന് അവർ അറ്റാക്ക് നടത്തുകയും ഇത് ഇന്നലെ സംഭവിച്ചതുപോലെ ഏതെങ്കിലും റെസിഡൻഷ്യൽ ഏരിയകളിൽ അവർ ബോംബിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് തീരും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറാൻ വലിയ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. പഴയതുപോലത്തെ മുന്നറിയിപ്പ് അല്ല അവർ കൊടുത്തിരിക്കുന്നത്. അതിനവർ ലക്ഷ്യം വെക്കുന്ന അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു, ഹോർമിസ് കടലിടുക്കായിരിക്കും യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ ഹോർമിസ് ആണ് അവിടുത്തെ ഒരു ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഒമാനും ഇറാനും നിയന്ത്രിക്കുന്ന 33 കിലോമീറ്റർ വീതിയുള്ള ഒരു കടലിടുക്കാണ്. നമ്മുടെ വാണിജ്യ സൗദി അറേബ്യ അടക്കം ഖത്തറും ഒമാനും മസ്കറ്റും അടക്കം ഒക്കെ ഉള്ള എല്ലായിടത്തെയും വാണിജ്യ ഷിപ്പുകൾ, അതായത് എണ്ണയും മാത്രമല്ല ഗ്യാസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന വാണിജ്യ ഇടനാഴിയാണിത്. അപ്പം ഈ ഇടനാഴി കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യവും. കാരണം ഈ ഇടനാഴിയുടെ നിയന്ത്രണം കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ ഒരു 60% വരുന്ന ഈ എണ്ണ
ട്രാൻസ്പോർട്ടേഷന്റെ ഒരു വലിയ ഭാഗം നിയന്ത്രിക്കുന്ന അമേരിക്കൻ സഖ്യകക്ഷികളുമായിരിക്കും. ഇറാനെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള അവസാന തുറുപ്പുചീട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലെടുക്ക് തന്നെയാണ്. അവിടെ ഈ അമേരിക്ക വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ അത് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഈ വളരെ കാലമായിട്ട് ഈ ചെറു ബോട്ടുകളിൽ, ഈ മിസൈൽ ഘടിപ്പിച്ച ചെറു ബോട്ടുകളും മറ്റുമൊക്കെ വളരെ സജീവമായി തന്നെ പ്രവർത്തിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഇറാന്റെ ഒരു നാവിക സേനയാണ്. വലിയ കരുത്തരാണെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പറയുമ്പോൾ എന്താണ് പറയുന്നത്, അതിനെ ശക്തി എന്നല്ല അതിന് പറയുന്നത്. സർവനാശം വിതയ്ക്കാൻ അവർക്ക് കഴിയും. അതുപോലെ തന്നെ ഇറാൻ മുൻപ് മൈനുകൾ വളരെ എളുപ്പത്തിൽ മൈനുകൾ വിതറുക, ഈ ഹോർമുസ് കടലിടുക്ക് മൈനുകൾ, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുക എന്നുള്ളതല്ല, പകരം ഹോർമുസ് കടലിടുക്ക് തകർക്കുക, താറുമാറാക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസങ്ങളിൽ ഇറാൻ ഒരു സൈനിക അഭ്യാസം ഈ ഹോർമുസ് കടലിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു മുന്നറിയിപ്പ് അവിടുത്തെ എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. വാണിജ്യ ഷിപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറിപ്പൊക്കോണം, ഞങ്ങളിപ്പോൾ ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഇറാൻ അത് ആരംഭിച്ചിരിക്കുന്നു. അമേരിക്ക പറയുന്നത് അങ്ങനെ ആരംഭിച്ച് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇനി ഒരു അറ്റാക്ക് അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ സ്വസ്ഥമായി വന്ന് മൈൻ നീക്കി മുമ്പോട്ട് പോവുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. പകരം ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിലേക്കുള്ള യുദ്ധമായി പോകും. ഞാൻ മുമ്പ് നമ്മളിവിടെ ഈ ഒരു അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഇറാനിൽ നടക്കുന്ന ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്കയും ഇല്ലെങ്കിൽ ഇസ്രായേലും മാത്രം ഒതുങ്ങുന്ന ഒന്നിൽ നിൽക്കില്ല. ഇത് മിഡിൽ ഈസ്റ്റിലേക്കും നമ്മുടെ സെൻട്രൽ ഏഷ്യയിലേക്കും ഒക്കെ അത് വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കും. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടായിരിക്കും പല രാജ്യങ്ങളുടെയും, ഇന്ത്യക്കും വളരെയധികം ബാധിക്കും അത്. ഇതെല്ലാം സംഭവിക്കുക. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാനിൽ നടത്തുന്നത്. ഏതാണ്ട് 100-ലധികം പേര്, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ കേൾക്കുന്ന 100-ലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ്. അത് ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ വലിയ തറക്കത്തോടുകൂടിയാണ് അവർ പറയുന്നത്. അവർ അതൊരു ഭയങ്കര അറ്റാക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ പട്ടാളക്കാരൊക്കെ ഓടി രക്ഷപ്പെടുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ ഇന്നലെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ജീവനും കൊണ്ട് പായുന്ന ഒരു വിഷ്വൽസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബലൂചിസ്ഥാന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഇറാനും ഒന്ന് അഫ്ഗാനിസ്ഥാനും തെക്കിഴക്കൻ അതിർത്തിയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ആ ഒരു ഭാഗത്ത് ഈ ആക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാനെ അവിടെ തളച്ചിടുക, ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാന്റെ ഒരു ഹെൽപ്പ്. കാരണം ഇറാൻ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ അത്ര ഒരു വിശ്വാസത്തിലെടുത്തിട്ടുള്ള രാജ്യമൊന്നുമല്ല. കാരണം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അവരാർക്ക് വേണമെങ്കിലും അവരുടെ മണ്ണ് വിട്ടു നൽകും. ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ സൗദി അറേബ്യയും ഒമാനും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ് ഈ അറ്റാക്കിന് വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും പാക് പട്ടാളക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതും പാകിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളതും ഇതിനോട് കൂട്ടി വായിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ സംബന്ധിച്ച് നല്ലൊരു സുവർണ അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ഇറാൻ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്നു, മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധമുണ്ടാകാം എന്നൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനെ എപ്പോഴാണ് അടിക്കേണ്ടതെന്നുള്ള സമയം കുറിച്ച് വെച്ചിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു നല്ല സാഹചര്യം തന്നെ നോക്കിക്കൊണ്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇങ്ങനെ ഒരു വലിയൊരു മാസമായിട്ടുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് അവർ ശ്രമം തുടങ്ങി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിരിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അറ്റാക്കുകൾ എന്നൊക്കെ പറഞ്ഞ സ്ഫോടനങ്ങളും മറ്റും ചാവേർ ആക്രമണങ്ങളും മറ്റും നടത്തുന്ന രീതിയായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ ബലൂചിസ്ഥാനികള് ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് കൊറ്റ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കുകയും അവിടുത്തെ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു വാർത്ത വന്നിരുന്നു. അവരവിടെ ബലൂചിസ്ഥാന്റെ പതാക ഉയർത്തി, അവിടുത്തെ സർക്കാർ മന്ദിരങ്ങളിലെല്ലാം ബലൂചിസ്ഥാന്റെ പതാക ഉയർത്തിയിരുന്നു. ധനുഷിന് ഓർമ്മയുണ്ടാകുമല്ലോ ആ സമയം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം. ഒരു വമ്പൻ അടിയായിരുന്നു കേട്ടോ. പോരാത്തതിന് ഞാനിപ്പോ മിർ ബലൂച്ചില്ലേ, അവിടുത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ബലൂചിസ്ഥാൻ നേതാവാ, അയാളുടെ എക്സ് ഹാൻഡിൽ പരിശോധിക്കുകയാണ്. അയാൾ പുതിയ ബലൂചിസ്ഥാന്റെ മാപ്പ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അയാളുടെ അക്കൗണ്ടിൽ. ആ ബലൂചിസ്ഥാന്റെ മാപ്പ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭൂരിഭാഗം ഭാഗം, ബലൂചിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാന്റെ കൂടെ ഭൂരിഭാഗം ഭാഗം അടങ്ങുന്ന ഒരു മാപ്പാണ് ഈ പുള്ളിക്കാരൻ പങ്കുവച്ചിരിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യക്ക് ഈ ഇടയ്ക്ക് നയതന്ത്ര തലത്തിലുള്ള കത്തുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു രാജ്യമല്ല എങ്കിലും നമ്മൾ ആ കത്തുകൾ വാങ്ങി വെച്ചിട്ട് നമ്മുടെ ജയശങ്കർ അതിന് പ്രതികരിച്ചൊന്നുമില്ല. അന്ന് ചൈനയുടെ ഭീഷണിയായിരുന്നു അന്ന് കാണിച്ചത്. പോരാത്തതിന് ഈ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ ഒരു വാർത്ത എടുത്തുന്ന ബിജുചേട്ടൻ ഓർക്കുന്നുണ്ടോ? ഇന്ത്യ ക്ഷണിച്ചിരിക്കുകയാണ്. അവര് ഗ്വാദ്വാർ തുറമുഖത്തിലേക്ക് വരാൻ, നിങ്ങൾക്ക്
ചബഹർ പോകുന്നെങ്കിൽ പോട്ടെ, നിങ്ങൾ ഗ്വാദ്വാർ തുറമുഖത്തിലേക്ക് വരുമെന്ന് അവർ പറഞ്ഞിരിക്കണം. അത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇനിയിപ്പോൾ നാളെ ഗ്വാദ്വാറിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്താലും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചൈനയ്ക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഗ്വാദ്വാറിൽ ഈ ബലൂച്ച് പോരാളികളെ ഭയന്ന്. കാരണം ചൈന എന്ന് പറയുന്ന ഒരു മൈറ്റി നേഷനാണ്. അപ്പോൾ അവർക്ക് ഇവരെ ഭയന്നിട്ട് അവിടെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ ഗ്വാദ്വാർ തുറമുഖം ഇവരുടെ കൺട്രോളിലാണെന്നാണല്ലോ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് ഇന്ത്യയെ ഇവർ വിളിക്കുന്നത് എന്നുള്ളതാണ്. പോരാത്തതിന് ബിജുചേട്ടാ, ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഈ ഇറാന്റെ സൈനിക നേതൃത്വം ഒരു വലിയ നേതാവിനെ കണ്ടിട്ടുണ്ട്. ബിജുചേട്ടൻ കണ്ടു കാണുമോ വാർത്ത? പുടിനെയാണ് കണ്ടിരിക്കുന്നത്. പുടിനെ കണ്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ തീ തുപ്പാനായിട്ട് ഞങ്ങളുടെ ഇറാൻ കപ്പലുകൾ ഇറങ്ങുകയാണ്, അതിനെ പിന്തുണ ഉറപ്പിക്കാനായിട്ട് നമ്മുടെ വ്ളാഡിമിർ പുടിനെ ഇവർ കാണുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇവരുടെ ആണവ നിലയങ്ങൾ ആകാശത്ത് നിന്ന് വലിയ കവചം വെച്ചിട്ട് അത് കാണാത്ത രീതിയിൽ അത് മറയ്ക്കുകയോടെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഒരു വലിയൊരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇറാൻ രണ്ടും കൽപ്പിച്ച് തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സകല നേതാക്കന്മാരെയും പോയി കാണുകയാണ്. ആ ഇടയാണ് നമ്മുടെ ഖമേനി ഒരു 2 ആഴ്ച മുമ്പ് നരേന്ദ്രമോദിയോട് പറഞ്ഞത് ഇന്ത്യ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്ന് പറഞ്ഞത്. ഞാനത് മനസ്സിലാക്കുന്നത്, ഇന്ത്യ ഏറ്റവും വലിയ സുഹൃത്താണ് നരേന്ദ്രമോദിയോട് ഇയാൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്ന് പറയുന്നത്, എത്രയും വേഗം പാകിസ്ഥാനിൽ കയറി അടി കൊടുക്കണം. കാരണം അമേരിക്കയ്ക്ക് അവിടെ വലിയ ഹോൾഡാണ്. അവിടെ അടിച്ചില്ലെങ്കിൽ ഇവന്മാര് നമുക്ക് ഈ താഴെ ഈ ഡീഗോ ഗാർസിയിൽ നിന്ന് നമ്മൾ അടിമേടിക്കേണ്ടി വരും, പാകിസ്ഥാനിൽ നിന്നും നമ്മൾ അടിമേടിക്കേണ്ടി വരുമെന്ന് പറയുന്നത്. അപ്പൊ ഈ സമയം നോക്കി ഇവിടെ ബലൂചിസ്ഥാനികൾ ആക്രമണം നടത്തണമെങ്കിൽ അതിനകത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നതിൽ ഒരു തെറ്റുണ്ടോ? അല്ല, ഇതിനകത്ത് പുട്ടിന് വലിയ താല്പര്യങ്ങൾ ഉണ്ടെന്ന് പറയാനുള്ള കാരണമുണ്ട്. കാരണം നിലവില് ഈ റഷ്യ എണ്ണയുടെ ഡിസ്കൗണ്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇപ്പൊ എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് റഷ്യക്കും വലിയ താല്പര്യമുള്ള കേസാണ്. കാരണം അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതുവഴിയുള്ള എണ്ണ കച്ചവടം നടക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നെയും സമീപിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് റഷ്യയാണ്. റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തരുന്ന ഡിസ്കൗണ്ട് തന്നില്ലെങ്കിലും ചെറിയ ഒരു ഇളവൊക്കെ തരും, ഒരു നക്കാപ്പിച്ച ഇളവൊക്കെ തരും. തന്നാലും ഇന്ത്യ എടുക്കാൻ തയ്യാറാകും. കാരണം നമ്മളെ സംബന്ധിച്ച് 5 പൈസയ്ക്ക് 5 പൈസ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം പുട്ടിനും ഇത്തവണത്തെ അതിന് വലിയ താല്പര്യമുണ്ട്. കാരണം ഈ ഹോർമുസ് കടലിടുക്കിന്റെ ഒരു വിഷയം പിന്നെ അത് തകരാതെ നോക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. അത് പുട്ടിന്റെ ആവശ്യമാണ്, എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ലോകത്തിന്റെ മുഴുവൻ ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണല്ലോ അത്. അപ്പം ഇങ്ങനെ കുറെ താല്പര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായെന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മികച്ചൊരു സമയത്ത് അവർ നടത്തിയ അറ്റാക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അവരുടെ പതാക ഉയർത്തി അവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ അവിടുത്തെ പാകിസ്ഥാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അടിച്ച് പുറത്ത് കളഞ്ഞുകൊണ്ടായിരുന്നു അവരെ ചെയ്ത്. സൈനിക ക്യാമ്പുകളും മറ്റും അവർ പിടിച്ചെടുത്തിരുന്നു. അപ്പൊ അതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ അറ്റാക്ക്, എനിക്ക് തോന്നുന്നത് ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർ നടത്തുന്ന ഒരു വലിയ അറ്റാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. വന്നിരുന്നു. അപ്പൊ ഇതിന് ഈ ബലൂചിസ്ഥാനികളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയും സാധ്യതകൾ നമുക്ക് കാണാം. ഇവിടെ അമേരിക്കയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, അമേരിക്കയുടെ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയെ അവരുടെ പങ്കാളിയാക്കി മുൻപോട്ട് കൊണ്ടുപോകും. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. അഫ്ഗാൻ വിഷയം സോൾവ് ചെയ്യണമെങ്കിൽ ഇന്ത്യ അതിനകത്ത് ഉണ്ടായേ പറ്റൂ. അതല്ലാതെ ഈ അമേരിക്ക വന്നിട്ട് അഫ്ഗാൻ പ്രശ്നം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അഫ്ഗാനിനകത്ത് എന്തെങ്കിലും മുമ്പോട്ട് പോകാനോ കഴിയില്ല. അതോടൊപ്പം തന്നെയാണ് ഇറാൻ. ഇവിടെയാണ് ഇറാന്റെ ഒരു സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും തെറ്റിദ്ധരിക്കും അമേരിക്കയുടെ സൈനിക ബലം എവിടെ കിടക്കുന്നു, ഇറാന്റെ എവിടെ കിടക്കുന്നുള്ളത്. അങ്ങനെയല്ല അതിനെ നമ്മൾ കാണേണ്ട കാര്യം. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്നത് പോലെ അങ്ങനെ കരുതിയാൽ പോലും ഇവര് അടങ്ങിയിരിക്കത്തില്ല. ഇവരെല്ലാരെയും കൂടെ വലിച്ച് ഇതിനകത്തേക്ക് ഇടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യ ആൻഡ് സൗത്ത് ഏഷ്യ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്. അതൊരു കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യക്കാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ഇറാനെ എന്തെങ്കിലും തരത്തിലൊക്കെ സഹായിക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണും. കാരണം ചൈനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ഇടയിലൊക്കെ അവരുടെ പല ബിസിനസ്സുകളും, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പലയിടത്തും പൊട്ടിപ്പോയെങ്കിൽ പോലും ഇപ്പൊ വെനിസുലയിൽ 80% ഷെയർ ചൈനയ്ക്കാണ് ഉണ്ടായിരുന്നത് ഈ എണ്ണ ബിസിനസ്സിൽ. അതിപ്പം അമേരിക്കയുടെ കയ്യിലോട്ട് പോകുന്നു. ഇനി ഇറാൻ കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചൈനയ്ക്ക്, കാരണം ചൈനയാണ് ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം, അതുകൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഇറാൻ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഏഷ്യയിൽ കിടക്കുന്നു. അത് ചൈനയുമായും ഇന്ത്യയുമായും റഷ്യയുമായും ഒക്കെ ഏതാണ്ടൊക്കെ അടുത്ത് കിടക്കുന്നിടത്തേക്ക്
ഇങ്ങനെ ഒരു ഇത് നടക്കുന്നതിന് അവരും താല്പര്യപ്പെടുന്നില്ല. റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ മിഡിൽ ഈസ്റ്റിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും നിയന്ത്രിക്കാനുള്ള ഒരു മേഖലയാണത്. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് പണം മുടക്കിയിട്ടുള്ളത് മാത്രമല്ല, നമ്മളുമായി നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. ഒപ്പം തന്നെ നമുക്കും ഈ പറയുന്ന സെൻട്രൽ ഏഷ്യയിൽ ഒരു ചുവടുറപ്പിക്കാൻ പറ്റിയ മണ്ണ്, നമുക്കും ഒരല്പം സ്വാതന്ത്ര്യത്തോടുള്ള ഒരു മണ്ണാണ് ഇറാൻ എന്ന് പറയാം. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊന്നും നമുക്ക് അത്തരത്തിലൊരു ഇതില്ല. UAE-യുമായിട്ടൊക്കെ നമ്മുടെ ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇതിനൊക്കെ ഒരു പോർട്ടോ അല്ലെങ്കിൽ അവിടുത്തെ റെയിൽ പദ്ധതിയോ ഒക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ ഒരു നയതന്ത്ര ബന്ധം, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം പരിശോധിച്ചാൽ അറിയാൻ കഴിയും, അവർ അഫ്ഗാനിസ്ഥാനും ഇറാനുമായിട്ടാണ് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു വരുന്നത്. ഇത് പറയുമ്പോൾ പലരും കരുതും ഈ ഖമേനി എന്ന് പറയുന്നത് ഒരു വിഷയമല്ലല്ലോ. ഖമേനി എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ ഒരു ഭരണകൂടവും ഭരണാധികാരിയുമാണ്. അതിപ്പം ആരിപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി ഭരിക്കണോ നരേന്ദ്രമോദി ഭരിക്കണോ എന്നുള്ളത് ഇന്ത്യക്കാരുടെ മാത്രം വിഷയമാണ്. ഈ രാജ്യത്തിന്റെ പോളിസി എന്താ വേറൊന്നാണ്, രാഷ്ട്രീയം ഒന്ന്, പോളിസി മറ്റൊന്ന്. അതുകൊണ്ട് ഈ ഭരണകൂടങ്ങൾ തകരുമ്പോൾ സംഭവിക്കുന്നത് ഈ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാകും, ഛിന്ന ഭിന്നഭാവം. ബംഗ്ലാദേശ് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അവിടെ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് എന്താ രാജ്യത്തിന്റെ അവസ്ഥ? ഇന്നിപ്പോൾ ഇന്ത്യ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞതോടുകൂടി ബംഗ്ലാദേശിന്റെ പാകിസ്ഥാനും കച്ചവടം തീർന്നു. അവർക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കായിരുന്നു ഏറ്റവും വലിയ കയറ്റുമതി ഉണ്ടായിരുന്നത്. 85% അവരുടെ തുണി കയറ്റി അയച്ചിരുന്ന രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. 0 താരിഫായിരുന്നു അവർക്ക് കൊടുത്തോണ്ടിരുന്നത്. ആ 0 താരിഫിലേക്ക് മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള ഇന്ത്യൻ വസ്ത്രങ്ങൾ കയറി പോകുമ്പോഴേക്കും സ്വാഭാവികമായി തന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ വായിച്ച ഒരു വാർത്ത, അതിനകത്ത് പറയുന്നത് ഫെബ്രുവരി 1 മുതൽ, അതായത് നാളെ മുതൽ ബംഗ്ലാദേശിലെ നൂറുകണക്കിന് തുണിമില്ലുകൾ പൂട്ടിയിടപ്പെടേണ്ടി വരാം. ഈ മില്ലുകൾ വിറ്റാൽ പോലും പിന്നെ കടം തീരില്ല. കാരണം ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവർ റെഡി ക്യാഷ് അല്ലല്ലോ ബിസിനസ് ചെയ്യുന്നത്, കടമും മറ്റും വാങ്ങിയിട്ടായിരിക്കും. ആ നഷ്ടം നികത്താനാവില്ല ഈ ഫാക്ടറികൾ വിറ്റാൽ പോലും എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയൊക്കെ ആ മേഖല തുറന്നു കിട്ടിയതോടുകൂടി ഒരു വലിയ പടുകൂറ്റൻ സാധനമാണ് യൂറോപ്യൻ വിപണിയിലേക്ക് എത്തുന്നത്. അവിടെ ഇനി ബംഗ്ലാദേശിനും പാകിസ്ഥാനും പ്രസക്തി ഇല്ലാതെ ഒരു സാഹചര്യം വരുന്നു. ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ആ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു രാജ്യം. പാകിസ്ഥാന്റെ അവസ്ഥ ഇന്നലെ എന്താണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്, ലജ്ജ കൊണ്ട് എന്റെ തല കുനിയുന്നു, എല്ലാ രാജ്യങ്ങളിലും പോയി പിച്ചെടുത്ത് ഞാൻ മടുത്ത്, ഞാൻ എല്ലായിടത്തും പോയി തെണ്ടുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. ഇത് എന്തൊരു രാജ്യമാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി പോയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ വരും മണിക്കൂറിൽ തന്നെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ആരംഭിച്ചിരിക്കുന്ന സൈനിക അഭ്യാസം തന്നെയാണ്. ഇത് അനുവദിക്കില്ലെന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ നടന്നത് അതിന്റെ ഒരു സാമ്പിൾ ആയിരുന്നു എന്നുള്ള സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഉന്നത സൈനിക നേതാവിനെയോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഈ അബ്ബാസ് തുറമുഖം നേരത്തെ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ പിന്നെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായ സമയത്തും ഈ അബ്ബാസ് തുറമുഖം ആക്രമിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ആക്രമിക്കാത്ത ഒരു തുറമുഖം നമ്മുടെ ചബ്ബാർ ആയിരുന്നു. അത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് നരേന്ദ്രമോദി അന്ന് ആ അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പ് അവർ തമ്മിൽ ഒരു ഫോണിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. അന്ന് വാർത്ത ഉണ്ടായിരുന്നു ഫോണിൽ. ഒരുപക്ഷെ അന്ന് നരേന്ദ്രമോദി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടാകും ഇസ്രായേലിനോട്, ഞങ്ങളുടെ സ്ഥാപനം അടിക്കരുതെന്ന്. അതുകൂടാതെ മറ്റ് റഷ്യയുടെ ആണവ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ അമേരിക്കയോ ഇസ്രായേലോ അറ്റാക്ക് ചെയ്തിരുന്നില്ല. കാരണം റഷ്യൻസ്, അതായത് റഷ്യയിലുള്ള ആളുകൾ തന്നെയാണ് റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള അവിടുത്തെ ചില ആണവ നിലയങ്ങളുടെയൊക്കെ പ്രവർത്തനം, അത് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നടത്തുന്നത്. അതും അറ്റാക്ക് ചെയ്തിരുന്നില്ല. ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ വസ്തുവകകളിൽ ഒന്നും കൊണ്ട് അറ്റാക്ക് ബോംബ് ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് അതിന്റെ ഒരു നയതന്ത്ര നീക്കം നടത്തിയിരുന്നു. ഒരുപക്ഷെ ഇത്തവണയും ചബ്ബാർ തുറമുഖത്തിന് ഒന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. ഇനി ട്രംപെങ്ങാനും വല്ല അബദ്ധങ്ങളും കാണിച്ചെങ്കിലേ ഉള്ളൂ. സാധ്യതകൾ കുറവാണത്. ഇസ്രായേൽ ഇപ്പൊ അതിന്റെ ഒരു ഭാഗത്തുള്ളത് കൊണ്ട് അതിനുള്ള സാധ്യതകൾ കുറവാണ്.